അപ്പോൾ ഇത് നമ്മളുടെ നാടൻ ചേമ്പ് കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൺചട്ടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ. മൺചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളുടെ ഈ നാടൻ കറികളൊക്കെ വെക്കുന്ന സമയത്ത് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൺചട്ടി എടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മൺചട്ടിയിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ചുവന്നുള്ളി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഒന്നും അധികം വേണ്ട. ചേമ്പിനൊക്കെ ഇച്ചിരി ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് വെളുത്തുള്ളി നല്ലതാണ്. 2 ചതച്ചിട്ടോന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പച്ചമുളക് കാണാൻ വലുതാണെങ്കിലും അധികം വലിയ എരിവൊന്നുമില്ലാത്ത സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ കീറിയിട്ടേക്കുവാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ കുറച്ച് അധികം നിൽക്കേണ്ടതും. എന്തായാലും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേമ്പ് ഞാനിതുപോലെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്, എരിവുള്ളതല്ല. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചേമ്പൊക്കെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ പുളി ഒഴിക്കണം കേട്ടോ. കാരണം അതിനകത്ത് ചേനയൊക്കെ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് തീയലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വാളംപുളിയൊക്കെ ഒഴിക്കാറുണ്ടല്ലോ. അതിൻ്റെ ഈ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പുളി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുളി കൂടെ ഇങ്ങനെ ഒഴിക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇനി ഞാനൊരു കാര്യം ഇടാൻ പറഞ്ഞായിരുന്നു, കറിവേപ്പില. അപ്പോൾ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 മുറി തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചട്ടി ആയതുകൊണ്ടേ അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ അത് കാരണം കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടത്, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ തേങ്ങ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് പിരിഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പതിയെ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തേങ്ങ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായി ഇളക്കിയിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പും ഒക്കെ നോക്കിയിട്ട് ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പ് വേണമായിരുന്നു. പിന്നെ ഞാനിത് ഇച്ചിരി തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അധികം പുളിപ്പില്ലാത്ത തൈരാണ്. കാരണം നമ്മൾ വാളംപുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും പിന്നെ പുളിച്ച തൈരും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പുളിയായി പോകും കറിക്കകത്ത്. അപ്പോൾ അത് കാരണം ഇത് നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്തത്. അപ്പോൾ ആ തൈര് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഒരു ലൈറ്റായിട്ട് തിളച്ചെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തൈരൊന്നും വേണമെന്നില്ല. ഒരു 1/4 കപ്പ് തൈര് അത്രയും മതിയാവും. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മളിതിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അധികമൊന്നും നമുക്ക് വലുതായിട്ടൊന്നും തിളപ്പിക്കേണ്ട. നമ്മൾ തീ ഓഫ് ചെയ്യാണ്.
മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് പാത്രം നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ കറികളിലൊക്കെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി കടുക് താളിക്കാനായിട്ട് ഞാനൊരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 നമ്മുടെ ചുവന്ന മുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഈ മുളക് പൊടി കടുക് താളിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലേ നല്ലൊരു കളറ് കിട്ടും കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ല മണവും ഉണ്ടാവും, നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചുവന്നുള്ളി കൂടെ ഇട്ടിട്ട് നമ്മുടെ അവസാനമായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തീ വളരെ കുറച്ചിടണം. അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല നമ്മളുടെ കറിക്ക്. അപ്പോൾ എന്തായാലും കടുക് താളിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ചേമ്പ് കിഴങ്ങ് കറി. വളരെ ഈസിയാണ്, നല്ല നാടൻ കറിയാണ്, അടിപൊളിയാണ്. പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന ഒരു കറി കൂടിയാണ്. പണ്ട് അമ്മമാരൊക്കെ വീട്ടിൽ ചേമ്പും ചേനയൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും സ്ഥിരമായിട്ടുള്ള കറിയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.